ഹായ് ഗേസ്, ഞാനും എൻ്റെ അന്യോടൊപ്പം ഇത്രയും ധൃതിപ്പെട്ട് എങ്ങോട്ടാണ് പോകണം വെച്ചാൽ നേരെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലോട്ടാണ്. കാരണം വെച്ചാൽ എൻ്റെ അന്യൻ ഫോൺ ശ്രീകാര്യം വെച്ച് കളഞ്ഞു. പിന്നെ ഫോൺ കളഞ്ഞു പോയ ലൊക്കേഷനിലോ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നുണ്ട്. പിന്നെ അവിടുത്തെ പോലീസുകാരെ നമുക്ക് ലൊക്കേഷനെ കാണിച്ചു തന്നിട്ട് അപ്പോൾ നമ്മളെ ഫോൺ കൃത്യമായിട്ട് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ശ്രീകാര്യത്ത് വെച്ച് മിസ്സായി ഫോൺ ഇപ്പോൾ കറക്റ്റായിട്ടുള്ളത് പാളയത്തെ ഒരു ബിൽഡിങ്ങിലാണ് ഉള്ളതെന്നാണ് അവർ ലൊക്കേഷൻ കാണിച്ചു തന്നിട്ട്. നമ്മൾ പാളയം വരെ പോകണം കേട്ടോ. ഇനി ഇവിടുത്തെ പോലീസുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ എല്ലാം ഹാൻഡിൽ ചെയ്തത്. ഇനി നേരെ നമ്മൾ ഈ പാളയം വരെ പോകണം. നമ്മൾ ഈ ഫോൺ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഫോൺ ഉള്ളതെന്നാണ് അവർ പറയുന്നത്. ഇനി നേരെ നമ്മൾ പാളയത്തോട്ടാണ് കേട്ടോ പോകണം. ഇനി പാളയത്തോകുമ്പോൾ ഫോൺ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പാളയത്തെത്തിയിട്ട് നമ്മളെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് കോൺട്രാക്ട് പണിക്കാരാണ് കേട്ടോ, ഫുള്ളും ബംഗാളികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ലൊക്കേഷൻ കാണിച്ച സ്ഥലത്ത് നമ്മൾ 2 പേര് എത്തിയിട്ടാ. പിന്നെ അങ്ങോട്ട് ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ആയി. ലൊക്കേഷൻ ഒന്നും കാണിക്കില്ല കേട്ടോ. അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നാണ് തോന്നണം. അങ്ങനെ എല്ലാവരും ബാഗും ചെക്ക് ചെയ്ത് കേട്ടോ, ഒരു ഉപയോഗമില്ല. ആര് ബാഗ് ചെക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബിൽഡിംഗ് ഒക്കെ നോക്കിയതിന് ശേഷം അവസാനം പോലീസുകാർ വന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്ത്. പിന്നെ അവർ പറഞ്ഞെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞു.